ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണ് ഗൈസുള്ളത്. നമ്മുടെ ഫ്രാങ്കിൽ നിന്ന് വീട്ടിലൊക്കെ തന്നെയാണ് ഗൈസുള്ളത്. നമ്മുടെ വീടും കാണൊക്കെ കുറേ റിനോവേറ്റ് കാണൊക്കെ ചെയ്ത് നമ്മുടെ സിറ്റി കാണൊക്കെ കുറച്ച് മാറ്റി മാറ്റി മീൻസ് നമുക്ക് കുറച്ച് മാറിയിട്ടൊക്കെ തന്നെ നമ്മുടെ വീടും കാണൊക്കെ കുറച്ച് മാറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. നമ്മളിത് മാറ്റി ഫുള്ള് റെഡി ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ നാല് വണ്ടികൾ സ്റ്റീൽ ചെയ്യാൻ പോകുന്നത് ഗൈസ്. അത് ഒന്നൊരു ബൈക്കും പിന്നെ 3 കാർസുമാണ് നമ്മൾ സ്റ്റീൽ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നൊരു ഇന്ത്യൻ കാറാണ്, രണ്ടെണ്ണം ഒരു ഇന്ത്യൻ കാറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ ഗൈസ്, നമ്മളിവിടെ വണ്ടികളൊന്നുമില്ല. ഓക്കെ, നമ്മുടെ വണ്ടികളൊക്കെ അപ്പുറത്താണ് ഗൈസ് ഉള്ളത്. അതായത് അപ്പുറത്ത് വെച്ചാൽ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിലെ പാർക്കിങ്ങിലാണുള്ളത് ഗൈസ്. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി ഈ ഒരു ബൈക്ക് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബൈക്ക് മാത്രം ഇവിടെ വെച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ, നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളെ വണ്ടികളൊക്കെ. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. നമ്മൾ ബൈക്ക് എന്തായാലും ഉള്ളിലോട്ട് ഇട്ടേക്കാം ഗൈസ്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് കയറി കാണിച്ചു തരാം. എല്ലാ വണ്ടികളൊക്കെ തന്നെ നമ്മൾ കാണിച്ചു തരാം ഗൈസ്. പിന്നെ നമ്മുടെ വെബ് സീരീസ് നമ്മൾ ഇതുവരെ 5 എപ്പിസോഡ്സാണ് ഗൈസ് നമ്മൾ ഫുള്ള് പോസ്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 എപ്പിസോഡ്സ് മാത്രമേ ഗൈസ് ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്കൊരു പ്രശ്നം കൊണ്ട് നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, നമ്മളിനി മുതൽ കണ്ടിന്യൂ ചെയ്തായിരിക്കും. നിങ്ങൾ ഈ കാണുന്ന എല്ലാ വണ്ടികളും നമ്മുടെ വെബ് സീരീസ് 5 പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ 6 മുതൽ ഈ ഒരു വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ വരെ നമ്മൾ കൊണ്ടുവന്നു. നമ്മൾ എന്തൊക്കെയോ ഒക്കെ ചെയ്ത് നമ്മൾ സമ്പാദിച്ച എല്ലാ വണ്ടികളാണ് ഈ നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം. നമ്മളൊരു ബസ് അവിടെ കിടക്കുന്നത് KSRTC സ്വിഫ്റ്റ് ആണ് ഗേസ്. നമ്മൾ KSRTC സ്വിഫ്റ്റ് ഉണ്ട് അവിടെ. നമ്മൾ ഓട്ടോറിക്ഷ, JCB, പിന്നെ നമ്മുടെ ഹമ്മർ, പിന്നെ നമ്മുടെ ഫോർഡ് എൻഡേവർ, പിന്നെ നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ, പിന്നെ നമ്മുടെ മഹീന്ദ്ര സ്കോർപ്പിയോ, മഹീന്ദ്ര താർ, നമ്മുടെ പോർഷെ, പിന്നെ നമ്മൾ ഫെറാറി, പിന്നെ നമ്മൾ സുപ്ര, മസ്റ്റാങ്ക്, GTR, പിന്നെ ഒരു ATV, പിന്നെ നമ്മൾ R15. പക്ഷേ ഈ ഒരു സ്വിഫ്റ്റ് നമ്മൾ ഇവിടുത്തെ ഈ വീട്ടിലെ ആളുടെ വണ്ടിയാണ് ഗൈസ്, നമ്മളെ വണ്ടിയല്ല. ഓക്കെ, ഇത് ഈ ഒരു നമ്മൾ 2024 സ്വിഫ്റ്റ് ഇത് ഇവരുടെ വണ്ടിയാണ്, നമ്മുടെ വണ്ടിയല്ല. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി കളക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, എവിടെയാണ് സംഭവം കാര്യങ്ങളൊക്കെ, അവിടെയാണ് ലെസ്റ്റർ വരാൻ പറഞ്ഞത്. ഓക്കെ, ഇത് എവിടെയാണ് നമ്മുടെ ആ ഒരു 4 വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ വരുന്നതും പിന്നെ നമ്മൾ എവിടെ നിന്ന് സ്റ്റീൽ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ലെസ്റ്ററാണ് ഗൈസ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിൻ്റെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം. റൈറ്റിൽ കാണുന്ന ലെസ്റ്ററിൻ്റെ വീട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് എന്തായാലും വണ്ടി എടുത്തേക്കാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് റൈറ്റിൽ കാണുന്ന വീടാണ് കേട്ടോ ഗൈസ്, ലെസ്റ്ററിൻ്റെ വീട്. ലെസ്റ്റർ വീടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി കിടങ്ങാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ലെസ്റ്ററിനോട് കയറിപ്പോയി ചോദിക്കാം ഗൈസ് എവിടെയാണ് വരുന്നത് നോക്കിയൊക്കെ ചോദിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ലെസ്റ്ററിനോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലാണ് നമ്മുടെ സംഭവം, നമ്മുടെ ഈ 4 വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ട് നമ്മൾ പോകണമെന്നാണ് ലെസ്റ്റർ പറയുന്നത്. കേസ് നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോകണം. നമ്മളവിടെ കുറേ പോയിട്ട് വണ്ടികൾ മേടിച്ച് തന്നെ എടുത്തുകൊണ്ട് വന്ന് തന്നെയാണ്. പക്ഷെ അത് ലോസ് ഗ്യാങ് ആണ് ഗൈസ് കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മുടെ എനിമി ഗ്യാങ്ങായ നമ്മുടെ ലോസ് ഗ്യാങ് ആണ് ആ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവാം. നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ടൊക്കെ തന്നെ അങ്ങ് പോയേക്കാം ഗൈസ്. ഓക്കെ, നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് കേസ്. നേരെ നമ്മൾ ഇങ്ങോട്ടെടുത്ത് വണ്ടി അയ്യോ എന്താ ഫ്രാങ്കിളിൻ്റെ വീലിയൊക്കെ അടിച്ച് പോകുന്നുണ്ട് കേസ്. എൻ്റെ മോനെ, ഫ്രാങ്കിളിൻ്റെ വീലിയൊക്കെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. സീന്. ഓക്കെ, പക്ഷേ ഇതല്ല കേസ് വഴി, ഇതല്ല. നമുക്ക് നേരെ തെറ്റിപ്പോയി. നമുക്ക് നേരെ അങ്ങോട്ടാണ് കേസ് പോകേണ്ടത്. ഓക്കെ, നമുക്കെന്തായാലും നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ഒരു വഴിയാണ് നേരെ നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ടൊക്കെ തന്നെ പോകേണ്ടത് ഗൈസ്.
നമ്മളിത് നേരെ നമ്മൾ ZX10R എടുത്ത് പറക്കുന്നുണ്ട്. നമ്മുടെ ZX10R ഒന്ന് ക്യാമറ തിരിച്ച് ഓടിക്കാൻ നോക്കിയത്, അപ്പോഴത്തേക്ക് ഒരു ബൈക്കിന് വേണ്ടി മേടിച്ച്. പക്ഷെ നമുക്ക് നല്ല ഒരു കാറിന് വേണ്ടി മേടിച്ച്. നമുക്കൊന്നായിട്ടില്ല, അവൻ വണ്ടി എടുക്കുന്നില്ല കേസോ, അവൻ വണ്ടി എടുക്കുന്നില്ല. അത് അവൻ്റെ ബമ്പർ പോയിട്ടുണ്ട്, അത് സീനില്ല. അവൻ്റെ ബമ്പർ എന്തായാലും പോയിട്ടുണ്ട്. എന്തായാലും ബൈക്ക് ഇവിടെ നിന്ന് എടുക്കാം. പക്ഷെ നമ്മൾ ബൈക്ക് എന്തായാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോയേക്കാം, നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയിലോട്ടങ്ങ് പോയേക്കാം. ഓക്കെ, അവിടെ വീണ്ടും പറപ്പിക്കുകയാണ്. യെസ് ഓക്കെ, യെസ് ഇവിടെ എന്തായാലും കൺസ്ട്രക്ഷൻ ഏരിയയിൽ എത്തി. പക്ഷെ നമുക്ക് എന്തായാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ടൊന്നും ഇവിടെ നിർത്തി ഹെൽമെറ്റ് ഇട്ടിട്ടങ്ങ് പോയേക്കാം. യെസ് ഓക്കെ, നമ്മൾ ഹെൽമെറ്റ് ഒന്ന് ഇട്ടിട്ട് പോയേക്കാം. പറയാൻ കഴിയില്ല, കാരണം നമ്മൾ ഇനിയും വണ്ടികളൊക്കെ പോയി ഇടിച്ചാൽ നമ്മളെന്തായാലും ചത്തുപോകും. ഓക്കെ, നമ്മളിത് ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. നമ്മൾ കൺസ്ട്രക്ഷൻ ഏരിയയിലൊക്കെ തന്നെ എത്തി. പക്ഷേ നമ്മുടെ ഷോറൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഷോറൂമൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഗൈസ്, നമ്മളെ ഷോറൂമിൽ നമുക്കൊന്ന് കയറണം അല്ല ഗൈസ്, നമുക്ക് എന്തായാലും ഷോറൂമിലേക്ക് കയറണ്ട. നമുക്ക് എന്തായാലും നമ്മുടെ ഷോറൂം കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഷോറൂമിലെ വണ്ടികളൊക്കെ നമ്മൾ സർവീസിന് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടികളൊന്നും കാണാൻ പറ്റില്ല. നമ്മളിത് ഇവിടെ കുറേ ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കുറേ ടൈൽസ് ഇട്ട്, ഇവിടെ കുറേ മരങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്, നമ്മുടെ ഈ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചത് നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. സോറി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല കേസ്. ഓക്കെ, എന്തായാലും ഫുള്ളും തപ്പണം കേസ്. നമുക്ക് എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് കാണാം കേസ്. കേസ് എന്തായാലും ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ കേസ്, അവിടെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റില്ല. നമ്മൾ വണ്ടികൾ കണ്ടില്ല, പക്ഷെ അവിടെ ആൾക്കാരെ ശബ്ദവും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ നിർത്താം. നമുക്ക് വണ്ടി ഇവിടെ ഇട്ടേക്കാം. നമുക്ക് എന്തായാലും പിന്നെ വന്ന് എടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. യെസ്, എൻ്റെ നമുക്ക് കാണാൻ നമുക്ക് ജസ്റ്റ് സ്നൈപ്പ് ചെയ്ത് നോക്കാം. എൻ്റെ നമ്മൾ 4 വണ്ടി എന്ന് പറഞ്ഞാൽ അതിലൊരു സൂപ്പർ കാർ, ഹൈപ്പർ കാറാണ് യെസ്, ഒരു ലംബോർഗിനി ടെറസോ. നമ്മളെ ലംബോർഗിനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് നമ്മുടെ കോൺസെപ്റ്റ് മോഡലാണ്. പിന്നെ നമ്മൾ 2024 സ്വിഫ്റ്റ് ഉണ്ട്, നമ്മൾ ഓംനി ഉണ്ട്. കേസ് ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന വണ്ടികൾ. കൊണ്ടുവന്നല്ല, അവർ കൊണ്ടുവന്ന് നമ്മൾ സീൽ ചെയ്തൊക്കെ സ്വാഭാവികം. കേസ് ഞങ്ങൾ 2 സൈഡിലും കാണുന്ന ആ ബ്ലാക്ക് ഓംനിയാണ് നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ വണ്ടി. കേസ് ഓക്കെ, എൻ്റെ കേസ് ആളുണ്ട്. നമുക്ക് എന്തായാലും അവരെ കാണാത്തൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയേക്കാം. എൻ്റെ അവരെ കണ്ടാൽ സീനാവും. നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കാം. എന്നാലും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഒരുത്തനങ്ങനെ അടിച്ചിട്ടേക്കാം. മറ്റവനോട് പോയി, മറ്റവൻ അടുത്തനുണ്ടോ? ആ 2 വണ്ടിയിലെയും ഡ്രൈവേഴ്സാണ് കേസ്. അത് നമുക്ക് എന്തായാലും ഒരുത്തനെ. ഓക്കെ, അവൻ ആ കമ്പിയുടെ ഉള്ളിൽ പോയി നിന്നേ. ആ കമ്പിയുടെ ഉള്ളിലാണ് കേസ് പോയി നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റവനോട് ആദ്യം നോക്കാം. ഓക്കെ, എന്താണ് അതെന്തായാലും അവനെ തീർന്നിട്ടുണ്ട്. നമുക്ക് വാണ്ടഡ് ലെവൽ വന്നു. നമുക്ക് എന്തായാലും അവൻ അടുത്ത് പോയിട്ട് തന്നെ ഇട്ടേക്കാം. അടുത്ത് പോയിട്ട് തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തിട്ടേക്കാം മീസ്. ഓക്കെ, എന്തായാലും അവൻ കണ്ടാലും പ്രശ്നമില്ല, കാരണം നമ്മളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. എന്തായാലും നമുക്കിവനെ തീർത്തേക്കാം മീസ്. ഓക്കെ, അവൻ തീർന്നു. ഓക്കെ മീസ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ശരിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഓക്കെ നമുക്ക് എന്തായാലും 4 വണ്ടി ഇപ്പോൾ മാറ്റിയിടാൻ കുറേ സമയം എടുക്കും. ഇപ്പോൾ നമുക്കെന്താ അല്ലേ വേണ്ടേ, നമുക്ക് എന്തായാലും ഈ എല്ലാ വണ്ടിയും മാറ്റിയിട്ടേക്കാം. ഓക്കെ, നമ്മൾ ഓംനി നമ്മളെടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്വിഫ്റ്റ് എടുക്കാം കേസ്. ഓക്കെ കേസ്, ഇതാണ് നമ്മൾ സ്വിഫ്റ്റ്. പിന്നെ നമ്മൾ ഒരു ബൈക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു കേസ്. നമ്മൾ ബൈക്ക് ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു. അതാണെങ്കിൽ കേസ് അവിടേക്കാണ് നമ്മളെ റോക്കി ബൈക്ക് കേസ്. എന്തായാലും കാണിച്ചു തരാം. ഫസ്റ്റ് ഈ വണ്ടികളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തിടട്ടെ. ഫുള്ള് സ്റ്റോക്കാണ് കേസ്, എല്ലാ വണ്ടിയും ഫുള്ളി സ്റ്റോക്കാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഈ ബൈക്ക് എടുക്കാം കേസ്. ഓക്കെ, ഈ ബൈക്ക് എടുക്കാം. എന്തായാലും ബൈക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ബൈക്ക് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ പോയി നമ്മൾ ലംബോർഗിനി എടുത്തേക്കാം. എന്താ സംഭവം? എൻ്റെ കേസ് പണി.
ഓടിക്കോ എൻ്റെ ഗൈസ്. ഓക്കെ അവിടെ പോലീസ് ഉണ്ട്. പോലീസ് എൻ്റെ മോനിതാ പോലീസ്. നമുക്ക് എന്തായാലും ഇറങ്ങി ഓടാം കേസ്. നമ്മൾ എന്തോ ഒരു ഇതിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു പോയി. എന്തോ സംഭവം നമുക്കറിയില്ല. എല്ലായിടത്തും പോലീസാണ് കേസ്. എൻ്റെ മോനെ നമ്മൾ പെട്ട്. നല്ല പാലും വെള്ളത്തിലാണ് കേസ് പണി കിട്ടിയത്. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ലംബോർഗിനി ടെർസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ബാക്കി 2 വണ്ടികളങ്ങ് പൊട്ടിച്ച് കളയാം കേസ്. നമ്മൾ ലംബോർഗിനി ടെർസും കാണൊക്കെ നമ്മൾ ടാർസും കാണൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് വേറെ എന്തോ കത്തുന്നുണ്ട് കേസ്. നമ്മൾ ഓമ്നിയല്ല, ഇത് വേറെ എന്തോ ഒരു വണ്ടി ഇവിടുന്ന് കത്തുന്നുണ്ട്. എന്തായാലും പോട്ടെ. നമുക്കെന്തായാലും നമ്മുടെ ഇതിലിപ്പോൾ 4 വണ്ടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ ബോഡി ഗാർഡ്സിനെ വിളിക്കാം. ബോഡി ഗാർഡ്സിനെ വിളിച്ചിട്ട് ഇതിൽ ഒരു വണ്ടിയാവും നമുക്ക് എടുക്കാം കേസ്. നമ്മുടെ ബോഡി ഗാർഡ്സിനെ വിളിച്ചിട്ട് നമ്മൾ ബൈക്കും നമ്മുടെ ഇതിലേതെങ്കിലും 3 വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയാം കേസ്. ഓക്കെ നമുക്ക് ഒരു വണ്ടി നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് എത്തിക്കാൻ പറയാം. ഓക്കെ ഒരു വണ്ടി നമ്മൾ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് എത്തിക്കാൻ പറയാം കേസ്. നമ്മൾ ലംബോർഗിനി ടാർസോ നമ്മൾ ബെന്നിൻ്റെ ഗ്യാരേജിലോട്ട് എത്തിക്കാൻ പറയാം. പിന്നെ നമ്മുടെ നമ്മുടെ റോക്കി ബൈക്കും നമ്മളെ ZX-R അങ്ങോട്ട് എത്തിക്കാൻ പറയാം. കാരണം നമുക്കൊരു ആവശ്യമുണ്ട്. ഓക്കെ നമ്മളെന്തായാലും നമ്മൾ സ്വിഫ്റ്റ് എടുത്തിട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ കേസ് നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബോഡി ഗാർഡ്സിനെ വിളിക്കാം. ഒരു ദിവസം നമ്മൾ എന്തായാലും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അവരൊന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമ്മളെല്ലാ വണ്ടിയും നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് എത്തിക്കാനാണ് കേസ് പറഞ്ഞത്. ഓക്കെ അപ്പോൾ എല്ലാ വണ്ടിയും അവരങ്ങ് എത്തിച്ചോളും. പോലീസ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേസ്. പണി വാളുമെന്ന് അറിയില്ല. പോലീസൊക്കെ അടിമറിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ ഇടക്കൂട്ട് അയ്യോ ഡോറിന് പണിയും കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ 2024 നമ്മുടെ സ്വിഫ്റ്റ് കേസ്. നമ്മുടെ 2024 ഇറങ്ങിയ പുതിയ മോഡൽ സ്വിഫ്റ്റാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ തന്നെ ഞാൻ കാണിച്ചു തരാം കേസ്. ഇത് നമ്മുടെ പക്ക ഇൻറ്റീരിയറൊക്കെ തന്നെയാണ്. ഓക്കെ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ടൊക്കെ തന്നെ അങ്ങ് പോയേക്കാം. ഈ സൈഡിൽ നമുക്ക് ബെന്നിയെ ഒന്ന് വിളിച്ചു നോക്കാം. ബെന്നി അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് വിളിച്ചു നോക്കിയാൽ കേസ്. നമുക്കൊന്ന് വിളിച്ചു നോക്കിയിട്ട് കാണാം കേസ്. അപ്പോൾ കേസ് ബെന്നി എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ബെന്നി ഇപ്പോൾ അവിടെ ഉണ്ട്. പക്ഷേ ബെന്നിയുടെ കാർസൊന്നും അവിടെ ഇല്ല. ബെന്നിയുടെ ഫുൾ കാർസ് ആൻഡ് ബൈക്സ് മൊത്തം വണ്ടികളും നമ്മുടെ സർവീസിന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് കേസ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ബെന്നി പറഞ്ഞത് കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഓടി എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോയേക്കാം. ഓടിയല്ല നമ്മൾ സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് പോയേക്കാം. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കേസ് എന്താ ബസ് സ്റ്റോപ്പിൻ്റെ ആ കല്ലിന് കൊണ്ടുപോയി അടിച്ച്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നേരെ പോവാം. നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലോട്ട് പോവാം. ഓക്കെ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ നമ്മൾ നേരെ ബെന്നിയുടെ ഗ്യാരേജിലോട്ടൊക്കെ തന്നെ പോകുന്നുണ്ട്. ഇവിടെ എത്താറായി. എൻ്റെ മോനെ നമ്മുടെ സ്വിഫ്റ്റ് എന്തായാലും മറിഞ്ഞ് ശരിയായി വന്നു. ഒരു ഡോറ് പോയി. നമുക്ക് അതെല്ലാം ഒന്ന് റിപ്പയർ ചെയ്യണം. സീറ്റൊക്കെ ഫുൾ ഒക്കെയാണ് കേസ്. നമ്മളെ സാധാരണ നമ്മുടെ സുസുക്കിയുടെ സീറ്റൊക്കെ തന്നെയാണ് കേസ്. നമുക്ക് എന്തായാലും ഇതോടത്തോണ്ട് നമ്മൾ ബെന്നിയുടെ വർക്ക്ഷോപ്പ് അവിടെ എത്തി. പക്ഷെ ബെന്നി വർക്ക്ഷോപ്പും ഇതാക്കിയിട്ടുണ്ട് കേസ്. ഓക്കെ ബെന്നി ഇതേ വർക്ക്ഷോപ്പും നമ്മുടെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റാം കേസ്. വണ്ടി ഇങ്ങനെ കയറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്ക് സൈഡിലോട്ട് പോയി നോക്കാം. ബാക്ക് സൈഡിലൂടെ നമ്മുടെ ആ ഒരു ഗ്യാരേജ് ഉണ്ടല്ലോ ബാക്ക് സൈഡിൽ അവിടെ പോയി നിർത്താം കേസ്. കാരണം ഇതിൻ്റെ ഡോറ് മൊത്തം പണിയാണ്. ഡോറിലും എല്ലാം മൊത്തം പണിയാണ് കേസ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യണം. നമുക്ക് എന്തായാലും നേരെ ഫുൾ ട്യൂണും മോഡിഫിക്കേഷനും എല്ലാം നമുക്ക് ചെയ്യണം. കേസ് ഇവിടെ നിന്ന് കയറ്റാൻ പറ്റും കേസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറ്റിയിട്ടേക്കാം. ഈ ഒരു ഗ്യാരേജിൽ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഈ ഒരു സ്ലോട്ടിൽ നമുക്ക് കയറ്റിയിട്ടേക്കാം. ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ ബാക്കി പണി നമ്മൾ ബെന്നി എടുത്തോളും. ഓക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് ചുറ്റി കണ്ടേക്കാം കേസ്. എന്താ ബെന്നി ഫുള്ള് സീനാക്കിയിട്ടുണ്ടല്ലോ. മുകളിൽ വരെ ബാൽക്കണിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി എല്ലാം ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് നമ്മുടെ ഇവിടെ ബാക്ക് സൈഡ് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബോഡി ഗാർഡ്സ് വണ്ടി കൊണ്ടുവന്നോ നമുക്ക് നോക്കണം കേസ്. ഓക്കെ എന്തായാലും പെട്ടെന്ന് കൊണ്ടുവന്നോളും. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഫുള്ള് ചെക്കൗട്ട് ചെയ്തേക്കാം. എന്താ മോനെ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടത്തേക്കൊക്കെ കയറും?
നമ്മുടെ ബാൽക്കണിയിലോട്ടൊക്കെ എങ്ങനെ കയറും? ഒരു സ്റ്റെപ്പൊന്നും കാണുന്നില്ല ഗൈസ്. ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് സ്റ്റെപ്പുണ്ടോ? സ്റ്റെപ്പൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ അവിടെ കയറും? ഗൈസ് നമുക്ക് എന്തായാലും എവിടത്തേക്ക് കയറണ്ട. നമുക്ക് എന്തായാലും ബെന്നിയോട് പോയി സംസാരിക്കാം ഗൈസ്. ബെന്നിനോട് നമ്മൾ എന്തായാലും സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ബെന്നി എന്താ പറഞ്ഞു വെച്ചാൽ ബോഡി ഗാർഡ്സ് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്, പോയി നോക്കിക്കോന്നാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം, നമുക്കത് നോക്കിയിട്ട് കാണാം. പക്ഷെ നമ്മളെ ബെന്നി പറഞ്ഞു നമ്മുടെ ഇത് ബോഡി ഗാർഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിൽ പോയ ടൈം കൊണ്ട് ഇത് ഇവിടത്തേക്കാണ്, ഇത് ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ വണ്ടി കണക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവർ പോയി എന്നാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, നമ്മളെന്തായാലും നേരത്തെ വന്നപ്പോൾ വണ്ടികളൊന്നും കണ്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറക്കി നോക്കാം. ആ ഗൈസ് നമ്മൾ ZX10R ഇവിടെ ഉണ്ട്, ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ റോക്കി വേ വയ്ക്കുമ്പോൾ ടാർസവും ഓമ്നിയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളെന്തായാലും ബെന്നിനോട് നമ്മുടെ വർക്ക് കഴിഞ്ഞ എല്ലാ വണ്ടികളും നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടല്ല ഗൈസ്, വീട്ടിലോട്ടല്ല നമ്മളെ സ്വിഫ്റ്റും പിന്നെ നമ്മുടെ റോക്കി വേ ബൈക്കും വീട്ടിലോട്ടും, പിന്നെ ബാക്കി വണ്ടികൾ നമ്മുടെ ഗ്യാരേജ് അല്ല നമ്മളെ ആ ഒരു പാർക്കിങ്ങിലേക്കാണ് ഗൈസ്. അയ്യോ, പാർക്കിങ്ങിലേക്കാണ് നമ്മൾ എത്തിക്കാൻ വേണ്ടി പറഞ്ഞത് ഗൈസ്. എന്തായാലും വീണ്ടും ഒന്നും കൂടെ എഗെയിൻ നമ്മുടെ ഒരു വണ്ടിക്കടിച്ച് നിന്നിട്ടുണ്ട്. വണ്ടിക്കടിച്ച് തെറിച്ചടിച്ചങ്ങ് കാട്ടിക്കിടന്ന് വീണിട്ടുണ്ട് ഗൈസ്. അവൻ്റെയും ബമ്പർ പോയി, അവൻ്റെ ബാക്ക് ബമ്പർ അല്ല ഡോറും പോയി ഗൈസ്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടാണ് എല്ലാവർക്കും ബൈ ഗൈസ്.